ഭരണകൂട ഭീകരതയും ഭരണകൂട വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. എത്ര ദിവസത്തേക്ക് റിമാൻഡ്? 14 ദിവസം. മഞ്ചേരിയാണോ? ഞങ്ങളുടെ MLA ഒക്കെ പോവാട്ടോ. താനൂരാണോ? അതെ, നിഷാദ് തവനൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത് ജാമ്യം ലഭിച്ചിട്ടില്ല. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് മഞ്ചേരിയിലേക്കുള്ള തവനൂരിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. തവനൂരിലെ സബ് ജയിലിലേക്ക് PV അൻവറിനെ കൊണ്ടുപോവുകയാണ്. PV അൻവർ എന്ന് പറയുന്ന LDFന്റെ സഹയാത്രികനായിരുന്ന LDFന്റെ സ്വതന്ത്ര MLA ആയിരുന്ന പിണറായി വിജയന് വേണ്ടി അഗ്രസീവായ നിലപാടുകൾ സ്വീകരിച്ച പ്രതിരോധം തീർത്ത് ആ നിലയ്ക്ക് ശ്രദ്ധേയനായ ഒരു MLA അദ്ദേഹം LDFന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഒരു PDPP കേസിൽ ജയിലിൽ പിടിച്ചിടുകയാണ് പിണറായി വിജയൻ സർക്കാർ. രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയവും കൗതുകമായ കാഴ്ച എന്ന് നിശ്ചയമായും പറയാൻ കഴിയുന്ന ഒന്ന്. PV അൻവറിനെ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ ഇപ്പോൾ പോലീസ് ജയിലിനകത്ത് ആക്കുന്നതാണ് നമ്മൾ കാണുന്ന. ഒന്നാം പ്രതിയാണ് ഈ കേസിൽ PV അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒരുപക്ഷെ അതിനൊരു രാഷ്ട്രീയ നേട്ടത്തിന്റെ വഴിയായും സാധ്യതയായും സന്ദർഭമായും കാണുന്നുണ്ടാവും. കാരണം അൻവർ കഴിഞ്ഞ കുറേ ആഴ്ചകളായി അദ്ദേഹം രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് പുറത്തു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷിത കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി അൻവറിനെ സംബന്ധിച്ച് വലിയ മോഹഭംഗമുണ്ടാക്കുകയും അദ്ദേഹത്തെ മുഖ്യധാരയിൽ നിന്ന് തെറിപ്പിച്ച് കളയുകയും ചെയ്തു. ആ അൻവർ തിരിച്ചു വരാനുള്ള വഴിയ നിലയ്ക്കാണ് അദ്ദേഹം ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നത്. പക്ഷേ മലയോര മേഖലയിലെ പ്രശ്നം അദ്ദേഹം പുതുതായി ഏറ്റെടുക്കുന്നതല്ല. DMK എന്ന് പറയുന്ന സാമൂഹ്യ മുന്നേറ്റ സംഘത്തിന്റെ പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെ അതിന്റെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളിലൊന്ന് നിശ്ചയമായും വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയും അതിന് ചില സൃഷ്ടിപരമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിപ്പോൾ വീണ്ടും ഏറ്റെടുക്കുകയും ആ ഏറ്റെടുക്കലിന്റെ ഭാഗമായിട്ട് പൊടുന്നനെ ഉണ്ടായ നിലമ്പൂരിലെ ആദിവാസി യുവാവിന്റെ മരണം അതേ ചൊല്ലി ഉണ്ടാവുന്ന സമരം, ആ സമരം ഒരു അതിസമരമായി മാറുകയും അതിന്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്യുകയാണ്. അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഈ രാത്രിയിൽ രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. KM ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു കാലത്ത് ബദ്ധവൈരികളായി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ അവർ തമ്മിൽ ഒരു പോയിന്റിൽ ഒന്നിക്കുന്നതിൻ്റെ കാഴ്ച കാണുകയാണ്. അതേസമയം ആർക്കു വേണ്ടിയാണോ അദ്ദേഹം ഇതിന് മുൻപ് നിലകൊണ്ടത് അവർ അദ്ദേഹത്തെ വേട്ടയാടി ജയിലിൽ ഇരുന്നതിൻ്റെ കാഴ്ചയാണ്. ഇപ്പം രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം കൗതുകകരമായ ഒരു കാഴ്ച കൂടി, ചരിത്രത്തിലെ ചില കൗതുകങ്ങളുടെ സന്ദർഭങ്ങളെ കൂടി കാണുകയാണ് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടി വരും. അൻവറിനെ സംബന്ധിച്ച് ഈ 14 ദിവസത്തെ റിമാൻഡ് കാലം അദ്ദേഹം അവിടെ പൂർത്തിയാക്കുമോ അതോ അതിന് മുൻപ് അദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങുമോ എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷെ തിരിച്ചിറങ്ങി വരുന്ന അൻവർ കുറച്ചുകൂടി പവർഫുള്ളായി ഇറങ്ങി വരാം എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും അകത്തേക്ക് പോകുന്നത്. അദ്ദേഹം ഈ സന്ദർഭത്തെ എന്തുമാത്രം പൊളിറ്റിക്കലി ക്ലവറായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുമെന്ന ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ട്.